മോഹൻലാലിൻ്റെ ദളമർമരങ്ങൾ എന്നുള്ള ഒരു പുസ്തകം, അതിൻ്റെ ഒരു ആസ്വാദനം മുൻപ് പറയുകയുണ്ടായി. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ. ഞാൻ അതിലൊരു പുസ്തകത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇന്ത്യൻ യാത്രകൾ. എനിക്കിതൊന്നും കൂടെ വായിക്കണമെന്ന് തോന്നി. ഇന്ത്യൻ യാത്രകൾ ഇത് എത്രാമത്തെ തവണയാണ് വായിക്കുന്നതെന്ന് നോക്കിയാൽ എനിക്കറിയില്ല. ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ വളരെ രസമായിട്ട് വായിക്കാവുന്നൊരു പുസ്തകമാണിത്. അപ്പോൾ ഇന്ത്യൻ യാത്രകളെന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ട്രാവലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എസ്.കെ. പൊറ്റക്കാടിനെയാണ്. എസ്.കെ. പൊറ്റക്കാടിനെ ഞാൻ അധികം വായിച്ചിട്ടില്ല. തെരുവിൻ്റെ കഥ, കാപ്പിരികളുടെ നാട്ടിൽ, അങ്ങനെ 1-2 പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളൂ. ട്രാവലോഗ് വായിക്കാനും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. പിന്നെ വായിച്ചിട്ടുള്ളതൊക്കെ ഈ മാഗസിൻസിൽ വരുന്ന ചില കാര്യങ്ങൾ, ചില വളരെ ചെറിയ കുറച്ച് റൈറ്റപ്പൊക്കെയാണ്. പിന്നെ കൂടുതലും കണ്ടിട്ടുള്ളത് വ്ളോഗാണ്. അപ്പോൾ എനിക്കൊരു ട്രാവലോഗ് എഴുതുമ്പോഴുള്ള അതിൻ്റെ ഒരു ശൈലി, അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ ഇന്ത്യൻ യാത്രകളും വളരെ ആസ്വദിച്ച് വായിക്കാൻ പറ്റിയിട്ടുള്ളൊരെണ്ണമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പതിവ് ശൈലിയിൽ നിന്ന് വിട്ട് വളരെ സിനിമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ളൊരു ഒരു പുസ്തകമാണ്. അതായത് നമുക്കത് കാണുന്ന പോലെ അനുഭവപ്പെടും. അത് ഒരു കവിത പോലെ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിലത് വായിക്കുമ്പോൾ വരുന്നൊരു ഓർമ്മ എന്താണെന്നറിയോ? നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ ഇല്ലേ, അതിലെ ഫ്രെയിമുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര രസമാണത്. അപ്പം അത് നമ്മുടെ മനസ്സിലെങ്ങനെയാ തങ്ങി നിൽക്കണേ, അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഈ ഫ്രെയിംസ് കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. ഇപ്പം നമുക്കിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിൽ ഒരു ഡാർജിലിങ്ങിലേക്കുള്ള ഒരു യാത്രയിൽ വഴിമധ്യേ ബസ്സിലേക്ക് കടന്നു വരുന്നൊരു പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ട്. ഒരു അക്കേഷ്യ മരങ്ങളുടെ ഒരു ഗന്ധത്തോടു കൂടിയാണ് അവൾ കടന്നു വരുന്നത്. ആ ഒരു ചെറിയ മൊമെൻറ്റിൽ ആ പെൺകുട്ടിയെ വളരെ എന്താ പറയുക, ഒരു കുമിള പോലെ ഒരു കൗതുകവും, ആ കുട്ടിയുടെ കൗതുകവും. അത് കഴിഞ്ഞ് ആ കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടിയുടെ സാരിത്തുമ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെ വളരെ രസമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കത് വളരെ ഡ്രമാറ്റിക്കായിട്ട്, വളരെ രസകരമായിട്ട് നമുക്കത് ആ ഒരു മൊമെൻ്റ് സങ്കല്പിക്കാൻ പറ്റും. അത്രയും പോയറ്റിക്കായിട്ടാണ് ആ ഒരു, വളരെ എന്താ പറയുക, പറയുമ്പോൾ ഒന്നുമില്ല, പക്ഷെ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അതിലേക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം അതുപോലെ നമുക്ക് യാത്രകളെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പം പലർക്കും പല രീതിയാണ് ഈ യാത്രകളെ ആസ്വദിക്കുന്നതിൽ, അല്ലേ? ഇപ്പം എന്നെ യാത്രകളെ ആസ്വദിക്കാൻ പഠിപ്പിച്ചത് ആ പുസ്തകമാണ്. ആ യാത്രയിലുടനീളം നമ്മൾ കണ്ട അവിടുത്തെ കല്ലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ആ നാടിൻ്റെ ഹിസ്റ്ററി പറ്റിയിട്ടുള്ള ധാരണകളായിരിക്കാം. അപ്പം എനിവേ വളരെ ഹൃദയം കൊണ്ടെല്ലാം ആസ്വദിക്കാനായിട്ട് പഠിപ്പിച്ചത് ഇന്ത്യൻ യാത്രകൾ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകമാണ്. എഴുത്തും അസാധ്യമായിട്ടുള്ള എഴുത്താണ്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു അവതരണമാണ്. തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് യാത്രകളോട് ഈ ഒരു ഇഷ്ടം വന്നത് എന്നുള്ളത് പറഞ്ഞത്, അതൊരു ലോറികളെ കണ്ടിട്ടാണ്. അപ്പം ലോറികളെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഇന്ത്യയെ നെടുകെ പിളർന്നു കൊണ്ടുവരുന്ന ഈ വാഹനങ്ങളോട് കടുത്ത ആരാധനയും അസൂയവും തോന്നിയത്രേ. അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനത് ആലോചിച്ച്, യാത്രയിലേക്ക് ഒരു അഭിനിവേശം ഓരോരുത്തർക്കും വരാനായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. വളരെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാരണമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് അവർ നടത്തിയിട്ടുള്ള പല നാടുകൾ, കൊൽക്കത്ത, ലഡാക്ക്, ഡാർജിലിംഗ്, കുടജാദ്രി, അങ്ങനെയുള്ള കുറേ നാടുകളിലേക്കുള്ള യാത്രകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട്. അതായത് പർവ്വതങ്ങളിലേക്കുള്ള യാത്ര 1-2 തവണ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ ഒരു യാത്രയെ പറ്റിയുള്ള ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അവസാന അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ടെൻസിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പർവ്വതാരോഹകരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മഞ്ഞ് പർവ്വതം കയറുന്ന ഒരാളെ സംബന്ധിച്ച് മുന്നിൽ ചലഞ്ചസ് മാത്രമേ ഉള്ളൂ.
വേറെ കാഴ്ചകളൊന്നുമില്ല, ചുറ്റും മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക പ്രതിസന്ധികളും മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. എന്നിട്ടും അവരത് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ടെൻസിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എഴുതിയ എന്തുകൊണ്ടായിരിക്കും ഒരു പർവ്വതാരോഹകൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് അയാളുടെ കോളിംഗ് എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അധ്യായം അതാണ്. നമുക്ക് ശരിക്കും നമ്മളവരെ തൊട്ടറിയുന്ന പോലെ അത് വായിക്കുമ്പോൾ തോന്നും. പിന്നെ ഒരുപാട് ട്രാവലോഗ് ബുക്സിൻ്റെ റെഫറൻസ് പറയുന്നുണ്ട്. എങ്ങനെ യാത്രയെ റൊമാൻറ്റിസൈസ് ചെയ്യാം, യാത്ര എങ്ങനെയാണ് ഒരു കലയാകുന്നത് എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ച ചില പുസ്തകങ്ങളുടെ റെഫറൻസസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 1-2 നോട്ട് ചെയ്ത് വെച്ചു, എന്തെങ്കിലും തരപ്പെടുകയാണെങ്കിൽ ഒന്ന് വായിക്കാമെന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രം സന്ദർശിക്കുന്ന, സൗത്ത് ഇന്ത്യയിലെ ഒരു ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രം പണിതുയർത്തുന്ന ആ കാലഘട്ടത്തിൽ അതിന് പല പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ക്ഷേത്രത്തിന്. അപ്പോൾ അതിന് ആ ഒരു സമയത്ത് സാമൂഹിക അവസ്ഥകൾ, അവിടെ നടന്ന ചില യുദ്ധങ്ങളും അതൊക്കെ വളരെ അതൊക്കെ അവിടെ പറയുമ്പോൾ അത് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിനും അതിനോട് ചുറ്റുമുള്ള ആ ഒരു പ്രകൃതിക്കും ഒരു ജീവനാ നൽകണേ. ഇപ്പം നമ്മളൊരു സ്ഥലം സന്ദർശിക്കുകയാണ്, അതിന് ചരിത്രത്തിൽ ഒരു പ്രാധാന്യമുണ്ട്, അവിടെ നടന്ന ചില സംഭവങ്ങളായിരിക്കാം കാരണം. അപ്പം നമ്മൾ അവിടെ സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് അതവിടെ നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമുക്കത് ഇന്ന സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ ഇന്നൊരു കാര്യം നടന്നിട്ടുണ്ട്, നമുക്കത് അവിടെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കാം നമുക്ക് ആ ഒരു യാത്രയെ അല്ലെങ്കിൽ ആ ഒരു സന്ദർശനത്തെ കുറേ കൂടെ ജീവനുള്ളതാക്കി മാറ്റാൻ പറ്റും. അപ്പം ആ ഒരു നിലയിൽ ഓരോ യാത്രകളെയും ആസ്വദിക്കാനായിട്ട് പുസ്തകം പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ യാത്രകൾ എന്നും എൻ്റെ ഫേവറേറ്റ് പുസ്തകങ്ങളിലൊന്നാണ്. ഓരോ തവണ വായിക്കുമ്പോഴും ഒട്ടും ആവർത്തന വിരസത തോന്നാണ്ട് ഞാൻ വായിക്കാൻ എനിക്ക് പറ്റുന്നൊരു പുസ്തകങ്ങളിലൊന്നാണ്. സോ അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് പറയുമ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ഓവർ എക്സ്പ്ലനേറ്ററി ആയിപ്പോൾ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. എനിവേ തൽക്കാലം പുസ്തകത്തിൻ്റെ ആസ്വാദനം നിർത്തുകയാണ്. യാത്രയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യാത്രയെ വളരെ കാൽപ്പനികമായിട്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു നോക്കണം എന്ന് തന്നെയാണ് ഒരു റെക്കമെൻഡേഷൻ ഉള്ളത്. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പുസ്തകം.